നമസ്കാരം. ഏറെ അവഗണിക്കപ്പെട്ട് കിടന്നിരുന്ന സിലിഗുരിയിലേക്ക് ഇതാ ബുള്ളറ്റ് ട്രെയിൻ കൂടി കൊടുക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇതോടുകൂടി 6 മണിക്കൂർ, ഡൽഹിയിൽ നിന്ന് 6 മണിക്കൂർ കൊണ്ട് സിലിഗുരിയിൽ എത്തിച്ചേരാം. സിലിഗുരി കോറിഡോറിൽ വളരെയധികം നിർണായകമായ തന്ത്രപ്രധാനമായ ഈ മേഖലയിലേക്കാണ് ഇതാ ബുള്ളറ്റ് ട്രെയിൻ കൂടി എത്തുന്നത് എന്ന ഏറ്റവും സുപ്രധാനമായ വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നത്. ഏറെ അവഗണിക്കപ്പെട്ട് കിടന്നതിനോടൊപ്പം തന്നെ ഏറെ തന്ത്രപ്രധാനമായ മേഖല കൂടിയാണ് ഇത്. പലരും കണ്ണുവച്ച മേഖല. ചൈന ഈ മേഖലയിലേക്ക് നോട്ടമിട്ടിരുന്നു. അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിനെ കൊണ്ട് ചില നിർണായകമായ നീക്കങ്ങൾ ഈ മേഖലയിൽ നടത്തിയിരുന്നു. ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക ഭൂപടമൊക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് നമ്മുടെ 7 സിസ്റ്റേഴ്സിനെ കയ്യിലെടുക്കുവാൻ വേണ്ടിയിട്ട്, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിനെ കയ്യിലെടുക്കുവാൻ വേണ്ടിയിട്ട് ചില രേഖകളും കള്ളക്കളികൾ കൂടി നടന്നിരുന്ന ഈ മേഖലയിലേക്കാണ്, ഇവരുടെ ആസൂത്രണത്തിന്റെ നെഞ്ചിലേക്കാണ് ഈ ബുള്ളറ്റ് ട്രെയിൻ പാഞ്ഞു കയറാൻ പോകുന്നത്. പശ്ചിമ ബംഗാളിൽ അധികാരത്തിൽ കയറിയുടനെ, BJP അധികാരത്തിൽ കയറിയുടനെ തന്നെ പല മാറ്റങ്ങളും പശ്ചിമ ബംഗാളിൽ നടന്നു. അവിടുത്തെ ഗുണ്ടാരാജ് അവസാനിച്ചു. അവിടുത്തെ ഭീകരവാദ ബന്ധങ്ങൾ തകർത്തെറിഞ്ഞു. പാകിസ്ഥാനിലേക്ക് ചാരപ്രവർത്തനവും ഭീകരവാദവും അടക്കം കൊണ്ട് നടന്നിരുന്ന എല്ലാ കാര്യത്തിനെയും പശ്ചിമ ബംഗാൾ ഉപേക്ഷിച്ചു. ബംഗ്ലാദേശികളെ നാടുകടത്തി. SIR വന്നപ്പോൾ തന്നെ മമത ഒന്ന് ഞെട്ടി. അതിൻ്റെ ബാക്കി പത്രമായിട്ട്, അതായത് മമത നടത്തിയ എല്ലാ കള്ളക്കളികളെയും അതിജീവിച്ചുകൊണ്ട് സുവേന്ദു സർക്കാർ അവരുടെ അധികാരത്തിൽ അധികാരത്തിൽ കയറിയതോടുകൂടി ബംഗ്ലാദേശികൾ ഒന്നടങ്കം നാടുവിട്ടു. 600 കിലോമീറ്ററുകളോളം ഫെൻസിങ് ഇല്ലാതെ, അതായത് അവിടെ ഒരു തരത്തിലുള്ള സുരക്ഷയുമില്ലാതെ കിടന്നിരുന്ന ഈ പ്രദേശങ്ങളിലൊക്കെയും കമ്പിവേലികൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു BSF. അത്തരത്തിൽ സുരക്ഷിതമായ പശ്ചിമ ബംഗാളായി തീർന്നിരിക്കുകയാണ് പശ്ചിമ ബംഗാൾ. ആ പശ്ചിമ ബംഗാളിന്റെ സിലിഗുരി കോറിഡോറിലേക്കാണ് ഇതാ ബുള്ളറ്റ് ട്രെയിൻ കൂടി എത്തുന്നത്. ഏറെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് ഇത്. ലക്നൗ, വാരണാസി, പാട്ന, ഡൽഹിയിൽ നിന്ന് തുടങ്ങി ലക്നൗ, വാരണാസി, പാട്ന വഴി പശ്ചിമ ബംഗാളിലെ സിലിഗുരി കോറിഡോറിലേക്കാണ് ഈ ബുള്ളറ്റ് ട്രെയിൻ ബന്ധിക്കപ്പെടുന്നത്. എന്തായാലും ഇത് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ്. ബംഗാളിൽ ഇപ്പോൾ വലിയ മാറ്റങ്ങൾ നടക്കുന്നതിനോടൊപ്പം ഇടതുപക്ഷത്തിൻ്റെ CPMന്റെ മുൻ മുഖ്യമന്ത്രിയുടെ ഭാര്യയായ ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ ഭാര്യയായ മീര ഭട്ടാചാര്യയ്ക്ക് പോലും പറയേണ്ടി വന്നു, ഇതാ സുവേന്ദു സർക്കാർ വളരെ വലിയ ശക്തമായ നീക്കങ്ങളാണ് പശ്ചിമ ബംഗാളിൽ നടത്തുന്നത്. ഏറെ നല്ല കാര്യങ്ങൾ ബംഗാളിൽ സംഭവിക്കുന്നു മമത പോയതിന് ശേഷം എന്ന് അവർ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആജ് തക് ബംഗ്ലായ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് അവർ ഇക്കാര്യം തുറന്നു പറഞ്ഞത്. എന്തായാലും ഇടതുപക്ഷത്തിനും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ ഏറെ ഇഷ്ടമായിട്ടുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും കമ്മ്യൂണിസ്റ്റുകാർക്ക് കൂടി അവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടി സർക്കാരിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൽ സത്യത്തിൽ ഒരു വലിയ സന്തോഷമാണ്. ഒരു ജനാധിപത്യവാദി എന്ന നിലയിൽ പഴയ ജനാധിപത്യത്തിന് എതിരെ പ്രവർത്തിച്ചിരുന്ന ഒരു സർക്കാരിൻ്റെ പ്രതിനിധിയുടെ ഭാര്യ ഇത്തരത്തിൽ പറയുന്നത് ഏറെ സന്തോഷകരമായ കാര്യം തന്നെയാണ്. നാളെ കേരളത്തിലും ഇതൊക്കെ തന്നെ സംഭവിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ചിലപ്പോൾ പിണറായി വിജയൻ്റെ ഭാര്യ തന്നെ ഇത്തരത്തിൽ ചിലപ്പോൾ പറയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം കമല ടീച്ചറിനും ഇതൊക്കെ തുറന്ന് സമ്മതിക്കേണ്ടി വരും. കേരളത്തിൽ BJP അധികാരത്തിൽ വരുമ്പോൾ, വികസനം കൺമുന്നിൽ നടക്കുമ്പോൾ, ജനങ്ങൾ സന്തോഷിക്കുമ്പോൾ അതിനെയൊന്നും തുറന്നെതിർക്കുവാൻ വേണ്ടിയിട്ട് ആർക്കും കഴിയില്ല. അത്തരത്തിൽ തുറന്നെതിർക്കുവാൻ സാധിക്കുകയുമില്ല. കുറഞ്ഞ പക്ഷം കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ഭാര്യമാർക്കെങ്കിലും, ഇവരുടെ അടുത്ത തലമുറയ്ക്കെങ്കിലും ഇത്തരത്തിൽ ബുദ്ധിയും ബോധവും വിചാരവും ഒക്കെ വരികയും ചെയ്യും. അത്തരത്തിലാണ് ഇവിടെ MM ലോറൻസിൻ്റെ
ചെറുമകനൊക്കെ കൊച്ചുമകനൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയിലൊക്കെ പോയത്. എന്തായാലും അത്തരത്തിൽ വലിയ മാറ്റങ്ങൾക്കൊപ്പം ഇടതുപക്ഷവും അതിനൊപ്പം നടക്കുകയാണ് എന്നുള്ളതാണ്. അതായത് NDAയുടെ മാറ്റങ്ങൾക്കൊപ്പം ഇടതുപക്ഷവും പങ്കുചേരുന്നു എന്നതാണ്. ഇന്ത്യ മുന്നണിയുടെ ഓരോ ആൾക്കാരായി ഒലിച്ചു പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. എന്തായാലും മമതാ ബാനർജി പൂട്ടുപൂട്ടി തിരിച്ചു പോയിട്ടുണ്ട്. മമതയോട് കൂടെ നിൽക്കാൻ അവിടുത്തെ MLA മാർ പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഉടനടി തന്നെ അവരെല്ലാവരും നാല് ഭാഗത്തേക്ക് പോകും. ഇനി TMC എന്ന ഒരു പാർട്ടി തന്നെ പശ്ചിമ ബംഗാളിൽ ഉണ്ടാകില്ല. അവരുടെ ഗുണ്ടാരാജ് അവസാനിക്കുന്നുണ്ട്. അവരുടെ MLA മാർ അടക്കം പഴയ സ്ഫോടന കേസുകളിൽ പ്രതികളായവർ അടക്കം നിയമത്തിൻ്റെ മുന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ഇനി അവർക്കാർക്കും തന്നെ നിയമത്തിൻ്റെ മുന്നിൽ നിയമത്തിൻ്റെ പഴുതിൽ വഴി രക്ഷപ്പെട്ട് പോകുവാൻ സാധിക്കില്ല. അവർ നടത്തിയ എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും എല്ലാ ഭീകരവാദ നീക്കങ്ങളും ഇതാ പുറത്തായിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ സൗക്കത്ത് മൊല്ല എന്ന ഒരു MLA കൂടിയാണ് ഇപ്പോൾ അറസ്റ്റിലാകുന്നത്. ഒരു സ്ഫോടന കേസിലാണ് MLA അറസ്റ്റിലാകുന്നത്. അതോടൊപ്പം തന്നെ പല നേതാക്കന്മാരും ഗുണ്ടകളായിട്ടുള്ള പല നേതാക്കന്മാരും കോടാനുകോടി മമതയെ മുൻനിർത്തി സമ്പാദിച്ച പല ഗുണ്ടാ നേതാക്കന്മാരും ഭീകരവാദികളും ഒക്കെ ഓരോന്നോരോന്നായി കൽത്തുറുങ്കിലായിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും അഭിഷേക് ബാനർജിയും മമതാ ബാനർജിയും ഇനി ജയിലിലേക്ക് തന്നെ ആയിരിക്കും. കാരണം അത്തരത്തിൽ പല അഴിമതി കഥകളും അഴിമതിയുമായി ബന്ധപ്പെട്ട രേഖകളും കൃത്യമായി തന്നെ BJP അന്വേഷിച്ച് കണ്ടുപിടിച്ചതുമായി ബന്ധപ്പെട്ട ശക്തമായ നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ നടക്കുന്നത്. എന്തായാലും മമതാ ബാനർജിക്ക് ഉറപ്പായും ഒരു വേക്കൻസി ജയിലിൽ ഉണ്ടാകും. അടുത്ത സമയത്ത് തന്നെ അത് സംഭവിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും ഭീകരവാദികളെ വച്ചുകൊണ്ട് കഴിഞ്ഞ 15 വർഷക്കാലമാണ് ബംഗാളിൽ മമതാ ബാനർജി ഭരണം നടത്തിയത് എങ്കിൽ അതിനെ തൂത്തെറിഞ്ഞ് കടന്നു വന്ന സുവേന്ദു അധികാരി മമത നടത്തിയ എല്ലാ ഭീകരവാദ നീക്കങ്ങളെയും പൊളിച്ചടുക്കിയിരിക്കുകയാണ്. ആ ഭീകരവാദികൾ ജമാഅത്തുൽ മുജാഹിദീൻ ബംഗ്ലാദേശിയുടെ ഒരു പിന്തുണയോടുകൂടി മമത നടത്തിയ പശ്ചിമ ബംഗാളിലെ നീക്കങ്ങളെല്ലാം തകർന്ന് നാമാവിശേഷമായിരിക്കുകയാണ്. 24 പർഗണയിലൊക്കെ ഷെയ്ഖ് ഷാജഹാന്റെ നേതൃത്വത്തിൽ നടന്നത് അതീവ ഗുരുതരമായ നീക്കങ്ങളാണ്. താനൊരു ബംഗ്ലാദേശിയാണെന്ന് പോലും തുറന്നു സമ്മതിക്കുവാൻ അയാൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ബംഗ്ലാദേശികളെ ഒക്കെ തന്നെ ഇപ്പോൾ കൂട്ടത്തോടെ നാട് കടത്തിയിരിക്കുകയാണ്. അല്ലാത്ത ആൾക്കാരെ പിടിച്ച് ജയിലിലാക്കുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിൽ പോലും അത്തരത്തിലുള്ളൊരു നീക്കം നടത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കൊല്ലത്ത് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിന് സമീപത്ത് നിന്ന് ഇത്തരത്തിലൊരു നുഴഞ്ഞുകയറ്റക്കാരനെ കണ്ടെത്തിയത്. കേരളത്തിൽ നിന്ന് മാത്രമല്ല അന്യസംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ പലരെയും കൽത്തുറുങ്കിലായിക്കൊണ്ടേയിരിക്കുകയാണ്, അല്ലെങ്കിൽ നാട് കടത്തപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ മമതാ ബാനർജിക്ക് ഒരുപക്ഷെ നാളെ മമതാ ബാനർജിക്കും സന്തോഷകരമായി മാറുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലെങ്കിൽ മമതയുടെ ബന്ധുക്കൾക്ക് വളരെയധികം സന്തോഷകരമായി മാറുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടുള്ള ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ ഭാര്യ പറഞ്ഞതുപോലെ അതേ മാതൃകയിൽ TMCയുടെ ബന്ധുക്കൾക്കും വലിയ സന്തോഷമാണ്. കാരണം അവിടെ മമത പോയാലും അവിടുത്തെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളെയും പരിഹരിച്ചുകൊണ്ട്, അതായത് മമത ഉണ്ടാക്കി വെച്ച എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിച്ചുകൊണ്ട് അവിടുത്തെ ജനജീവിതത്തെ കൂടുതൽ സുഗമമാക്കാൻ വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് സാധിക്കുന്നു എന്നുള്ള കാര്യത്തിൽ അവർ കൊള്ളുന്നുവെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ജനതയുടെ സന്തോഷമാണ്, ജനതയുടെ ഒന്നടങ്കമുള്ള വികാരമാണ്. ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ അധികാരത്തിൽ കയറിയതിനു ശേഷം മാർക്സിസ്റ്റുകാർക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള ഒരു സാഹചര്യമെങ്കിലും ഉണ്ടായിട്ടുണ്ട്. അവർ ഫാസിസ്റ്റ് എന്ന് വിളിച്ചിരുന്ന BJP-കാരാൽ കൂടിയാണത് സംഭവിച്ചത് എന്നുള്ള കാര്യം അവർ ഇനിയെങ്കിലും വിസ്മരിക്കുമോ എന്തോ. യഥാർത്ഥത്തിൽ അവർ ഫാസിസ്റ്റ് എന്ന് വിളിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. പക്ഷേ ഫാസിസ്റ്റുകൾ എന്താണെന്ന് കഴിഞ്ഞ 15 വർഷക്കാലം കൊണ്ട് ബംഗാളിന് ബോധ്യപ്പെട്ടു, CPM-ന് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. എന്തായാലും കേരളത്തിലും സമാനമായ അവസ്ഥയുണ്ടാകാൻ അധികമൊന്നും വൈകില്ല. ഇടതുപക്ഷക്കാർ സന്തോഷിക്കുക തന്നെ ചെയ്യും. ഇടതുപക്ഷക്കാർ മാത്രമല്ല, കോൺഗ്രസ്സുകാരും സന്തോഷിക്കും. കാരണം തങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ, തങ്ങൾക്ക് കൂടി സമൃദ്ധി ഉണ്ടാകുമ്പോൾ അവർക്കും ചിരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. എന്തായാലും
പശ്ചിമ ബംഗാളിലേക്ക് അതാ സിലിഗുരി കോറിഡോറിലേക്ക് ബുള്ളറ്റ് ട്രെയിൻ വരവായി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള. ഒരുപക്ഷെ സൈക്കിളുകൾ പോലും ഓടിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള റോഡുകളിലേക്കാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അത്തരത്തിലുള്ള റോഡുകൾ ഉണ്ടായിരുന്ന ഇടങ്ങളിലാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ആ പ്രദേശങ്ങളിൽ. ആ രീതിയിൽ അവിടുത്തെ വർഗീയതയ്ക്ക്, അവിടുത്തെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ ചൈന നോട്ടമിട്ടിരുന്നതാണ്. ഇനി ചൈന ഈ ഭാഗത്തേക്ക് നോക്കാൻ പോലും ഒന്ന് വിറയ്ക്കും. ചൈനയെ ഒരു കാലത്ത് ഭയന്നു നിന്നിരുന്ന ഭാരതത്തിൻ്റെ സർക്കാരല്ല, ചൈനയെ പേടിച്ചുകൊണ്ട് ബോർഡർ റോഡുകൾ പോലും പരിഷ്കരിക്കാതിരുന്ന സർക്കാരല്ല ഇപ്പോൾ ഭരിക്കുന്നത് എന്നവർക്ക് തികച്ചും കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ ചൈനയെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് ഭീകരവാദം കയറ്റുമതി ചെയ്തുകൊണ്ടേയിരുന്ന പാകിസ്ഥാൻ ഇപ്പോൾ കണ്ണു തുറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ്. അത്തരത്തിൽ പാകിസ്ഥാനും നല്ല ഒന്നാന്തരം പണി. ഇനി തൊട്ടപ്പുറത്ത് ബംഗ്ലാദേശിൻ്റെ കാര്യമാണെങ്കിൽ ഇന്ത്യയുടെ ദയാദാക്ഷണ്യമില്ലാതെ അവർക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ്. അത്തരത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നതൊക്കെയും ശുഭകരമായ വാർത്തകൾ തന്നെയാണ്. നോർത്ത് ഈസ്റ്റിൽ നിന്ന്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ഏറെ സന്തോഷകരമായ വികസനത്തിൻ്റെ വാർത്തകൾ മാത്രമാണ്. ഗുണ്ടാരാജ് അവസാനിപ്പിച്ച, ഭീകരവാദികളെ അവസാനിപ്പിച്ചുകൊണ്ട് പശ്ചിമ ബംഗാൾ ഡബിൾ എഞ്ചിൻ സർക്കാരിൻ്റെ ചുമലിലേറി മുന്നോട്ട് പോവുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.